ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം MP മന്ത്രി സുരേഷ് ഏട്ടൻ ആക്ഷൻ ഹീറോ ചെമ്പുഗോപിയണ്ണൻ്റെ ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഉള്ളിച്ചേട്ടനെ തള്ളിക്കൊണ്ടായിരുന്നല്ലോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു രംഗപ്രവേശനം. കാരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 10-40 സീറ്റ് ഞങ്ങൾ പിടിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗീർവാണം മുഴക്കിക്കൊണ്ട് നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല കോർപ്പറേഷനുകളും പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളും BJP ഭരിക്കുമെന്നാണ് ഈ വേട്ടാവളിയന്മാർ വന്നിരുന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് BJPയിലുള്ള വിശ്വാസമല്ല, ജനങ്ങൾക്ക് BJPയോടുള്ളൊരു വിശ്വാസം അത് ഭയങ്കരമാണ് കേട്ടോ. അത് ഈ അടുത്ത കാലമായിട്ട് ഭയങ്കര രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരത്ത് BJPയുടെ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആ ഒരു ചേച്ചിയെ കയറി പിടിച്ചിട്ടുള്ള ആ BJPയുടെ അണികളുടെ ഒരു വിശ്വാസമില്ലേ, ആ വിശ്വാസത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. ഇത് കണ്ടിട്ട് ചിരിച്ചത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല, വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അപ്പോൾ എന്തായാലും ഒരു മാസ് വീഡിയോ തന്നെയാണ്. അപ്പം അതോടൊപ്പം തന്നെ RSS ശാഖയിലെ കുണ്ടന്മാരെല്ലാം അവിടെ പീഡിപ്പിച്ചു വന്നിട്ടുള്ള ഒരു പാവം ഒരു യുവാവുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. BJP സീറ്റ് കൊടുക്കാത്തതിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളൊരു സഹോദരൻ, അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ചില വനിതകളോട് ഇവർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ഇന്ന് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന വളരെ പ്രസക്തമാണ്. അതായത് മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താലല്ലേ BJPക്ക് മുസ്ലിം MPമാരും MLAമാരും അല്ലെങ്കിൽ കൗൺസിലർമാരൊക്കെ ഉണ്ടാകൂ എന്നുള്ളതാണ് ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ. 2 വീഡിയോയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണുക, കേൾക്കുക. കേട്ടതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ആക്ഷൻ ഹീറോ ചെമ്പുഗോപിയണ്ണൻ എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കാം. BJPയുടെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ കേരളത്തിൽ ഇനി BJPയിൽ പ്രതീക്ഷ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിനുള്ള വമ്പിച്ച പൈസ കൊടുക്കാതെ കിട്ടുന്ന ഇന്ധനം. എന്താണ് അതിന്റെ സാധ്യതകൾ കാരണം പറയുന്നത്? അതിന്റെ അടിസ്ഥാനം എന്താ? ജനറൽ പൾസ് പോകുന്ന ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന, ഞങ്ങൾക്ക് കൗൺസിലറെ ഒന്ന് മോഹിക്കാൻ പോലും പറ്റാത്ത ഡിവിഷനുകളിൽ പോകുമ്പോൾ കിട്ടുന്ന പൾസ്, അത് കേരളത്തിൻ്റെ പൾസാണ്. ഒരു സിനിമയിൽ ഒരു രംഗം വരുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് കൈയടിച്ചാൽ അത് ലോകത്ത് ഇപ്പോൾ ലോകം എന്ന് പറയണം, പണ്ടങ്ങനെയല്ല. സംസ്ഥാനത്ത്, അത് കഴിഞ്ഞ് പതുക്കെ മറ്റ് സംസ്ഥാനങ്ങളായി, എല്ലായിടത്തും അതേയിടത്ത് കൈയടി കിട്ടും എന്ന് പറയുന്ന തത്വം തന്നെയാണ്. തൃശ്ശൂർ കുറച്ച് പ്രാഥമികത ഇപ്പോൾ കൂടുതലാണ്. 2024 ജൂൺ 4 ശേഷം കേരളത്തിൻ്റെ പൾസ് അറിയണമെങ്കിൽ തൃശ്ശൂർ അന്വേഷിക്കണം. ആ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സത്യസന്ധമായ പൾസ് അനുഭവപ്പെടുന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ വികസിത് ഭാരത് 2047 എന്ന് പറയുമ്പോൾ സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്, അതിൽ നാരി ശക്തി, യുവാശക്തി, ഗരീബ് കല്യാൺ, അന്നദാത, ഇത്രയും വേർട്ടിക്കൽസ് ഞങ്ങൾ വികസിത് ഭാരത് 2047 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ കേരളം അനിവാര്യതയാണ്. ശക്തമായി കേരളത്തിനും ആ പരിഗണന കിട്ടണമെങ്കിൽ എന്താണ് സാധ്യത എന്നത് ഞങ്ങൾക്കിനി പ്രചരിപ്പിക്കേണ്ട ഭാരം കുറഞ്ഞിരിക്കുന്നു. ആ പ്രചരണം ജനങ്ങൾ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പൊന്ന് ഏമാനെ, ഇങ്ങനെ നിങ്ങൾ ചിരിപ്പിക്കല്ലേ നമ്മളെ. സബ്കാ വികാസ്, സബ്കാ ഭാരത്, ഓ എന്തൊക്കെയാണല്ലേ നാരി ശക്തി. ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ, നാരി ശക്തിയെ വോട്ട് ചോദിക്കാൻ ചെന്നിട്ടുള്ള ഒരു നാരിയെ ഈ വൃത്തികെട്ട ഊളകൾ കയറി പിടിച്ചത്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരക്ഷരം മിണ്ടാൻ ആംബിയർ ഉണ്ടോ? എന്തായാലും നമ്മുടെ BJPയെ നയിക്കുന്ന, നമ്മുടെ കേരളത്തിൽ BJPയെ ഒരു വഴിക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾ കേട്ട് കാണും അല്ലേ. മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ലാത്തത്. ബീഹാറിലും ഈ തെരഞ്ഞെടുപ്പിൽ 40% മുസ്ലിങ്ങളുള്ള എല്ലാ പ്രദേശങ്ങളിലും ജയിച്ചത് BJPയാണ്. പക്ഷെ ഇവരാരും ഒരു മുസ്ലിമിനെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിച്ചാലല്ലേ ഈ പറയുന്ന സ്ഥലത്തോട്ട് പോകത്തുള്ളൂ. അപ്പം ഈ തലയ്ക്കകത്ത് ബോധവും വിവരവും വെളിവും ഇല്ലാത്ത, വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഇതുപോലുള്ള ആളുകൾ വന്നിട്ട് ഓരോ പ്രസ്താവനകൾ നടത്തുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു പോവാ. ഇതേ ആശാൻ പറയുന്നത് കൂടെ ഒന്ന് കേട്ടോ. മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ലാത്തതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വോട്ട് ചെയ്താലല്ലേ മുസ്ലിം MP ഉണ്ടാകൂ, MP ഇല്ല എങ്കിൽ എങ്ങനെ മന്ത്രി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു.
ഞങ്ങൾ ചെയ്തൊന്നുമല്ലല്ലോ. ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അല്ല, അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചാലോ, മുസ്ലിംസ് ഞങ്ങൾ വോട്ട് തരുന്നില്ല, എന്തിനാണ് കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത്? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ? അല്ല, ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ. ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ. സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള്? അല്ല, മന്ത്രിമാരില്ലാന്ന് പറഞ്ഞാൽ MP ഇല്ല. അല്ല, ഗവർണൻസിൽ കയറാൻ ഒരു MP ആവണ്ടേ? മന്ത്രിയാവാൻ ഒരു MP ആവണ്ടേ? സുരേഷ് ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? തൃശ്ശൂരിലെ ജനങ്ങൾ സത്യം പറഞ്ഞ തലയെ കൈവച്ചിരിക്കുക. കാരണം ഇതുപോലുള്ള ഒരു മരവാഴയെ വിജയിപ്പിച്ച് വിട്ടത് അവരുടെ ഗതികേടായി പോയല്ലോ എന്നോർത്ത്. അപ്പോൾ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ BJP പൊക്കുവോ ഇല്ലയോ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയട്ടെ. അപ്പം നിർത്തിക്കൊണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് BJPയുടെ ഒരു നേതാവിനെ നിർത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന ആ ഒരു മാസ് മറുപടിയും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോളൂ. നിങ്ങൾ ഈ മൈക്കും കൊണ്ട് പോകേണ്ടത് തൃശ്ശൂർ നഗരത്തിലെ ഫ്ളാറ്റുകളിലേക്കാണ്. മോദി ഗവൺമെന്റ് കൊടുത്തത് 600 കോടി രൂപയാണ്. 1.0 2.0 600 കോടി രൂപയാണ് അമൃത് പദ്ധതി കൊടുക്കുന്നത്. കുടിവെള്ളം കിട്ടുന്നത് ചെളിവെള്ളമാണോ എന്ന് ചോദിക്കണം പോയിട്ട് നിങ്ങൾ. ചെളിവെള്ളമാണ് കിട്ടുന്നത്. ഫ്ളാറ്റുകളിലെ കള്ളോട്ട് കുറെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടുള്ള ആത്മവിശ്വാസം പറയുന്നത്. കോർപ്പറേഷൻ അമൃത് പദ്ധതിയിലൂടെ കൊടുത്തിട്ട് കിട്ടുന്നത് ചെളിവെള്ളമാണ്. നിങ്ങൾ ഈ മൈക്കും കൊണ്ട് ഫ്ളാറ്റുകളിൽ പോകും, അപ്പൊ അവര് പറയും നഗരവാസികൾ കിട്ടുന്നത് കള്ളോട്ടൊക്കെ കണ്ടുപിടിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ ആ ഇതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല. അത് കൃത്യമായിട്ട് അരുൺജിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ ചുറ്റിപ്പോയി, ഹൈഡ്രജൻ ബോംബ് പൊട്ടിപ്പോയി. മനസ്സിലായില്ല? ഇതാണ് ഡോക്ടർ ആതിര, 1ാം വാർഡ്. ഇപ്പൊ ആതിരനെ അവര് തന്നെ അടുപ്പിക്കണില്ല. അപ്പൊ മനസ്സിലായില്ല. ഞങ്ങളുടെ കൂടെ എല്ലാ ഡിവിഷനിലും വർക്ക് നടക്കുന്നുണ്ട്. പോകുന്നതായിരുന്നു ജനറൽ ഡിവിഷനായി. മാറ്റിയിട്ടില്ല. അദ്ദേഹം അവർക്ക് വ്യക്തിപരമായിട്ടുള്ള മറ്റേ ജോലിയുടെ കൊണ്ട് അവർ മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. റോഡിന്റെ അവസ്ഥ കോർപ്പറേഷൻ റോഡാണ്. അത് കോർപ്പറേഷനാണ് തയ്യാറാക്കുക. പ്രൊജക്ട് കൊടുത്തിട്ട് മേയറാണ് റോഡ് നന്നാക്കി കൊടുക്കേണ്ട ആള്. കോർപ്പറേഷൻ കൃത്യമായിട്ട് പദ്ധതി കൊടുത്തിട്ടുണ്ട്, പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട്, പാസ്സാക്കണ്ടേ? ഹരിഷ് സ്കൂളിന്റെ അവിടുത്തെ മുരുകനഗർ അസോസിയേഷന്റെ റോഡ്, ശ്രീരാമശാസ്ത്രം ലൈൻ റോഡ് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വികസനം വരേണ്ടത് കോർപ്പറേഷൻ BJP ഭരിക്കുമ്പോൾ വികസനം കിട്ടുക. പിന്നെന്താ? ഇതുപോലത്തെ ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ അല്ലേ? തൃശ്ശൂരിലെ ജനങ്ങൾ നമ്മുടെ ഗോവിത്തമ്പുരാനെ വിജയിപ്പിച്ചു വിട്ടതിന് ശേഷം പിന്നെ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അപ്പാടെ അങ്ങോട്ട് പൊക്കിയെടുക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. തൃശ്ശൂർ ഫ്ലാറ്റ് മാത്രമല്ലല്ലോ അല്ലേ, തൃശ്ശൂർ ബാക്കിയും ഉണ്ടല്ലോ. എന്തായാലും ഈ 45,000 വോട്ടുകൾ വ്യാജമായി ചേർത്തു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ പല സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണല്ലോ. ഈ തൃശ്ശൂർ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തായി? പിന്നെ അത് ആലപ്പുഴയിലേക്ക് നീട്ടുമെന്ന് പറഞ്ഞു. പിന്നെ മെട്രോ അങ്ങ് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നീട്ടുമെന്ന് പറഞ്ഞു. മറ്റേ മാർക്കറ്റ് വലിയ രീതിയിലുള്ള എന്താ പറയുക ഹൈടെക് ആക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയപ്പെടുന്ന BJPയെ തൃശ്ശൂരിൽ ഈ പ്രാവശ്യം ജനങ്ങൾ അപ്പാടെ തൂക്കിയെടുത്ത് നിലത്തടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അങ്ങനെ ഒരു അവസരവും കൂടെ BJPക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലത്തെ മരമണ്ടന്മാരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ BJP. സത്യത്തിൽ കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്ക് സപ്പോർട്ട് കൊടുക്കാത്ത, ജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു പ്രസ്ഥാനമുണ്ടെന്നുണ്ടെങ്കിൽ അത് BJP. അതിൻ്റെ എത്രയോ തെളിവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ കണ്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ഇതിനൊരു കമൻറ്റ് കൊടുക്കുമെന്ന് എനിക്കറിയാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും